മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ ഇതുവരെ എണീറ്റില്ലേ? നീ 10 മണി കഴിഞ്ഞല്ലോ. മക്കളെ, വാതിൽ തുറക്ക്, അമ്മ വന്നിരിക്കുന്നു. കുട്ടികളെ, ഇവരെന്തേ വാതിൽ തുറക്കാത്തെ? ചിലപ്പോ നന്നായി ഉറങ്ങിക്കാണ്, ഞാനില്ലാത്തോണ്ട്. ആഹാ, ഇത് തുറന്നു വെച്ചിരിക്കാണല്ലോ. കുട്ടികൾക്കൊരു ബോധമില്ല. ആരെങ്കിലും അകത്ത് കയറി ആരറിയാനാ? ഇവിടെ ആരും ഇല്ലേ? മക്കളെ, എവിടെ നിങ്ങളൊക്കെ? എന്താ ആന്റി? ആന്റി എപ്പോ വന്നു? ഞാൻ ആന്റിയെ ഒരുപാട് മിസ് ചെയ്തു. എന്താടാ ഉറക്കപ്പിച്ചൊന്നും മാറിയില്ലേ? എന്താ ഇന്നലെ ആരും ഉറങ്ങിയില്ലേ? 10 മണിയായിട്ടും ആർക്കും ഉറക്കൊന്നും തികഞ്ഞില്ല. കുറെ പറയാനുണ്ട് ആന്റി. ഞാൻ ആദ്യം ഒന്ന് ഉറക്കപ്പിച്ചൊന്ന് കളഞ്ഞോട്ടെ. എന്താ ഇത്തിരി പറയാനായിട്ട്? ഇന്നലെ രാത്രി ഫുള്ള് കളിച്ചിരുന്ന് കാണും. ഭയങ്കര കളിയായിരുന്നു. കളിച്ച് ചിരിച്ചത് ഓർമ്മയേ ഇല്ല. ഇന്നലെ ഉറങ്ങാത്തോണ്ടാ തലവേദനയൊക്കെ എടുക്കുന്നുണ്ടാവും. അത് സത്യം, ഉറങ്ങാത്തോണ്ടാ തലവേദന. പക്ഷെ അത് കളിച്ചതുകൊണ്ടല്ല. പിന്നെന്താ? എന്റെ ആന്റി, കുറെ പറയാനുണ്ട്. ആന്റിയുടെ മക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്നാവോ? ഇന്നലെ എന്താ വല്ല കള്ളനും കയറിയോ വീട്ടില്? ആന്റി, കള്ളനല്ല, ഇത് അതുക്കും മേലെ. എന്താ മക്കളെ, എന്താ ഉണ്ടായെന്ന് വെച്ചാ പറ. അത് ഞാൻ പറഞ്ഞ ആന്റിക്ക് മനസ്സിലാവില്ല. അതിപ്പോ ഞാൻ എങ്ങനെ ആന്റിയുടെ അടുത്ത് പറയും? അവരെന്നെ എണീറ്റില്ലേ മോളെ? ഇല്ല, ഞാൻ ആന്റി വാതിലിൽ മുട്ടനെ കേട്ട് എണീറ്റതാ. അവരതൊന്നും കേട്ടിട്ട് പോലും ഇല്ല. അത്രയ്ക്കും നല്ല ഉറക്കത്തിലാണ്. എന്താ മോളെ ഇന്നലെ സംഭവിച്ചത്? എന്താണെങ്കിലും പറ. മോളാണെങ്കിൽ ആകെ ക്ഷണിച്ചിരിക്കുന്നല്ലോ. എന്താ മോളെ, എന്താ ഇന്നലെ ഇവിടെ സംഭവിച്ചത്? വല്ല കള്ളന്മാരും കയറി നിങ്ങൾ ആക്രമിച്ചോ? നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ. എന്ത് കൊണ്ടുപോയാലും വേണ്ടില്ല, എന്റെ കുട്ടികൾ ഒരുപാടൊന്നും ചെയ്തില്ലല്ലോ. ആന്റി കള്ളനൊന്നും കേറിയില്ല. പിന്നെ ആരെ കേറിയത് മോളെ? പ്രേതം. മോളെന്നെ പറ്റിക്കാൻ നോക്കല്ലേ? ആന്റി ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചു. എന്തായാലും ഉണ്ടാക്കിയ കഥ കൊള്ളാം. ആന്റി സത്യം ഒലക്ക, ഒരു പ്രേതവും ഇല്ല. നിങ്ങൾ വെറുതെ എന്നെ പറ്റിക്കാനല്ലേ. ഞാൻ നിങ്ങളെ ഇന്നലെ രാത്രി നിങ്ങളുടെ അടുത്തേക്ക് വരാത്തിന് ദേഷ്യം തീർത്തല്ലേ? അതെന്താ വെച്ചാലേ, അമ്മൂമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. അമ്മ വരാൻ സമയത്ത് അമ്മവും പറയാ, മോളെ കുറച്ച് നേരം കൂടെ എന്റെ അടുത്ത് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് നേരം വെളുത്ത് പോയതാ മോളെ. അമ്മൂമ്മയ്ക്ക് വയ്യാതാവുമ്പോ നമ്മളൊക്കെയല്ലേ പോയി നിൽക്കേണ്ടേ? പിന്നെ നിന്റെ അമ്മ അവിടെ നിന്നു, ഞാനിന്ന് രാവിലെ ഇങ്ങോട്ട് പോന്നു. എന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ഇത് പ്രേതവീട്. അത് കൊള്ളാലോ. ഇത്രയും കാലം ഞാൻ ഇവിടെ താമസിച്ചിട്ടും ഞാനൊരു പ്രേതത്തെ കണ്ടിട്ടില്ല. ഇവിടെ പ്രേതം ഉള്ളതല്ല, ഇവിടേക്ക് വിളിച്ചു വരുത്തിയതാ പ്രേതത്തെ. പ്രേതത്തിന് ഫോൺ നമ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്താ ആന്റി വിശ്വസിക്കാത്തത്? ആന്റി അങ്ങനെ കള്ളൊന്നും വിശ്വസിക്കില്ല, മനസ്സിലായോടി? എന്നോട് അങ്ങനെ കള്ളെന്ന് പറഞ്ഞിടി കള്ളി. അമ്മ ഇപ്പൊ വന്നു. ഞാനിതേ ഇപ്പൊ വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കിത് പ്രേതത്തിന്റെ കഥയൊക്കെ പറഞ്ഞു. ആമേ, ഇന്ന് രാത്രി തുടങ്ങിയതാ പ്രേതം മറ്റതും മറിച്ചതും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. എന്നിട്ട് നീ കണ്ടില്ലേ പ്രേതത്തെ? എവിടുന്ന് കാണാൻ? ഇവര് പറഞ്ഞുണ്ടാക്കുന്ന പ്രേതത്തെ ഞാൻ എങ്ങനെ കാണാനാ? ആരും വിശ്വസിക്കാത്തതാ. ശരിക്കും പ്രേതം ഉണ്ടേക്ക് അതൊന്നും കണ്ടു. ഓ, ദേവ് കാണാത്ത ഏത് പ്രേതം ഇവിടെ ഉള്ളത്? എനിക്ക് തോന്നുന്നു ഇവർ 4 പേരും ആയിരിക്കുന്ന. എനിക്കും തോന്നുന്നു. വന്ന് കേറി ഇവിടെ പറയാ, ആന്റി ഇവിടെ പ്രേതം ഉണ്ടെന്ന്. ഞാൻ ഇവിടുന്ന് പോവാണ്, നമുക്ക് അമ്മൂമ്മേന്റെ അടുത്ത് പോവാന്നൊക്കെയാ പറയുന്നു. ഇവർക്ക് വട്ടമ്മേ. ഇന്നലെ എന്റെ ഉറക്കം പോയത് ആലോചിച്ചൂടാ. ഇനി ഞാൻ 11 മണി വരെ ഉറങ്ങാൻ വിചാരിച്ചാ. അമ്മ 10 മണി ആയപ്പോഴും വന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇവര് പ്രേതം തേങ്ങ മാങ്ങാതെ പറയായിരുന്നു. ഞങ്ങൾ തേങ്ങ മാങ്ങാന്നൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി, വെറുതെ കള്ളം പറയില്ലേ? ഓ, അതൊന്നും പറഞ്ഞില്ല. പ്രേതത്തിന്റെ അത്, പ്രേതം ഇത്, പ്രേതം അവിടെ, പ്രേതം കട്ടിനടിയിൽ, പ്രേതം ദേഹത്ത്, പ്രേതം അവിടെ, പ്രേതം ഫേണമേ എന്നൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രി. രാവിലെ ആയപ്പോ എല്ലാതും ഉറങ്ങി. പിന്നെ ഞാനും അങ്ങ് ഉറങ്ങിയമ്മേ. എനിക്ക് തോന്നുന്നേ അവരെന്തെങ്കിലും കണ്ട് പേടിച്ചു കാണും. എന്ത് പേടിച്ചാലും എന്റെ ഉറക്കം ഇന്നലെ പോയി. അത് മാത്രം മെച്ചം. നീ എന്നും രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ വൈകി എണീക്കാറല്ലേ? നീ ഒരു ദിവസമെങ്കിലും ഉറങ്ങാതിരിക്കട്ടെ. അമ്മയെ സഹായിക്കാറൊന്നുമില്ലല്ലോ. എന്താ ഇതമ്മേ? എന്ത് പറഞ്ഞാലും നേരെ എന്റെ തല തിരിഞ്ഞോണം. ഉറക്കം വരുമ്പോ ഉറങ്ങില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും നമുക്ക് അറിയാം. എന്ത് പ്രശ്നം ഉണ്ടാവാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 5 പേരൊന്നും മരിക്കേണ്ടതല്ലേ? ഞങ്ങൾ ചേച്ചി അത്ര ഉറങ്ങിയിട്ടില്ല. ചേച്ചി കുറച്ച് നേരെങ്കിലും ഉറങ്ങില്ലേ? ഞങ്ങൾ അത്ര ഉറങ്ങിയിട്ടില്ല. പ്രേതത്തെ കണ്ടിട്ട്. ഇല്ലാത്ത പ്രേതത്തെ കണ്ട് നിങ്ങൾ ഉറങ്ങാത്ത എന്റെ കുറ്റാണോ? പ്രേതം ഉണ്ട്. അല്ല, ബാക്കിയുള്ളവർ എണീറ്റിട്ടില്ല. ഇല്ല, വേറെ ആരും എണീറ്റിട്ടില്ല. എല്ലാം ഉറക്കാം. തട്ടി വിളിച്ചിട്ട് പോലും ഒന്നും മൈൻഡ് ചെയ്ത് പോലും ഇല്ല. ഇവിടെ ക്ലാര. ഇന്നലെ അമ്മ പോയതിനു ശേഷം ജെന്നി ഇവിടെ വന്നിരുന്നു. പിന്നെ ജെന്നി ഇവിടെ നിന്നു. ഇപ്പൊ ക്ലാരയുടെ വീടല്ലേ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ താമസിപ്പിക്കല്ലേ അവളുടെ പണി. അതിനെന്താ മോളെ, ഇത് ക്ലാരയുടെയും കൂടി വീട് തന്നെ. അമ്മയും തുടങ്ങിയോ? അല്ല, അച്ഛൻ ഇന്നലെ എന്തായിരുന്നു? അച്ഛൻ ഒരുപാട് ജോലിഭാരണ്ടടാ. കുറെ ദിവസം ലീവാക്കിയില്ലേ? അതൊക്കെ അച്ഛൻ ചെയ്ത് തീർക്കണ്ടേ? അപ്പൊ ഇന്നലെ കഴിഞ്ഞപ്പോഴേക്കും 4 മണിയായി. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്കാൾ എളുപ്പം എന്റെ വീട്ടിലേക്ക് ആയതുകൊണ്ട് അച്ഛൻ ഇന്നലെ അവിടെ നിന്നു. അച്ഛനെ എണീറ്റില്ല. ഞാൻ ഇങ്ങനെ വേഗം പോകുന്ന അച്ഛനെ ഓഫീസിലേക്ക് പോയി. എന്നാലുണ്ടല്ലോ ഇതിക്കൊന്ന് വിളിച്ച് പറയാം, അതൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ അമ്മൂമ്മേനത് ഞങ്ങളിന്ന് കാണാൻ കൊണ്ടേക്കൂടെ? അതും ചെയ്യില്ല. അത് പിന്നെ മോളെ, നിങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുപോയി റിസ്ക്കാ. അല്ലെങ്കിൽ തന്നെ അമ്മൂമ്മക്ക് വയ്യ. ഇന്ന് നിങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. ഏത് സങ്കടം? അമ്മൂമ്മക്ക് സന്തോഷമാവും. അമ്മയ്ക്ക് ഓരോരോ തോന്നല. അല്ല മക്കളെ, അമ്മൂമ്മക്ക് പേടിക്കാനും നിങ്ങളൊന്നും തലടിക്കാനൊന്നും പറ്റില്ല. അതിന്റെ സങ്കടം ആ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാ ഞാൻ ഇനി ഓരോ പൊട്ട ന്യായങ്ങൾ പറഞ്ഞോ. അതെല്ലാം അമ്മയുടെ എന്നത്തെ ശീലം. ഏത് നേരത്താണെന്നാവോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? മമ്മി ഇങ്ങോട്ട് ഡെലിവറി ബ്രേക്ക് ചെയ്ത് പോകുന്നേ. ഞാൻ പോകുന്നു. അവന്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് അവിടെ. അവന്റെ മുന്നിൽ കൂടി നമ്മൾ പോകുമ്പോ അവരുടെ അനുവാദം ഇല്ലാതെ മമ്മി ഇങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞാൽ അത് എത്ര സ്റ്റാൻഡേർഡ് ഇല്ലായ്മയാ? എന്ത് സ്റ്റാൻഡേർഡ് ഇല്ലായ്മ? പിന്നെ എനിക്ക് ഇവിടുന്ന് പോകണ്ടേ? എന്നെ കൊണ്ട് വയ്യ, എന്റെ എല്ലാം പോയി. മമ്മി ഇങ്ങോട്ട് വാ, ക്ലേയുടെ റൂമിൽ ഇരിക്കാം. എന്നെ കൊണ്ട് വയ്യ, എന്റെ എല്ലാം പോയി. ആരെയിപ്പൊ അങ്ങോട്ട് പോയി? അവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. അതാരാ? ഓ, ഇനി ചിലപ്പോ ഇവിടെ പ്രേതം പറഞ്ഞ ചിലപ്പോ തോന്നിയതാവും. എന്നാൽ
എന്തോ എവിടെയോ ഒരു തകരാറുണ്ടോ? ഇതാരെ ഇവിടെ ക്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ടേക്കുന്ന? ഈശ്വര, അതിന്മേ ചോരയുണ്ടല്ലോ. ചോരക്കാരൊക്കെ പറ്റിയിരിക്കുന്നു. കുട്ടികൾ എന്താ ഇവിടെ ചെയ്തിരുന്നേ? എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കള്ളം കയറി കാണുന്ന അതായിരിക്കും കുട്ടികൾ പേരത്തെ കണ്ടെന്നൊക്കെ പറഞ്ഞത്. ദേവു, ദേവു, എന്താ? ഓ, നിനക്ക് എന്നോട് ഇപ്പോൾ പഴക്കാണോ? ഇങ്ങോട്ട് നോക്ക്, ആരെവിടെ ക്ലാസ് പൊട്ടിച്ചിരിക്കുന്നത്? എന്താ നീ കേന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നേ? നീ വീട്ടിലുള്ളതല്ലേ? ആണ്, ബട്ട് ഇതെപ്പോ സംഭവിച്ചേ? എനിക്കറിയോ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ പെണ്ണിനെ വീട് നോക്കാനുള്ള പക്കത്തൊന്നും ആയിട്ടില്ല. അതിനമ്മേ ഞാനിവിടെ അടുക്കളയ്ക്ക് വന്നിട്ട് വേണ്ടേ? ഞാനെന്താ ഇവിടെ ഫുള്ള് ചുറ്റി കറങ്ങി നോക്കണോ? വീടിന് എന്തെങ്കിലും പറ്റുന്നുണ്ടോ നോക്കി അങ്ങനെ നോക്കാൻ എന്നെ അവർ നോക്കാൻ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ എന്നെ അടുക്കള മൊത്തം നോക്കല്. അമ്മയുടെ വിചാരം എനിക്ക് 11 കാണാം. അല്ല, ഞാൻ ഈ വീട്ടിലുണ്ടാകുമ്പോ ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ. നീ ഉള്ളപ്പോ തന്നെയാ ഇതൊക്കെ സംഭവിക്കുന്നേ. ആഹാ, ഇപ്പൊ ഒക്കെ എന്റെ നല്ല കയ്യിലേ. എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അപ്പൊ തന്നെ ചാടി കയറിക്കോണം. ഇതാരാ ചെയ്ത് നിന്നോട് ചോദിച്ചല്ലേ ഉള്ളൂ. അതിന് ഇത്രയ്ക്കൊന്നും ഹീറ്റ് ആവണം. അല്ല, അമ്മ ഈ ഗ്ലാസ് പൊട്ടിന് എന്റെ അടുത്തല്ലേ ചൂടായത്? വേറെ ആരുടെ അടുത്തല്ലോ. നീ അല്ലേ ഈ വീട്ടിൽ മൂത്തത്? നിന്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്? കുട്ടികളൊന്നും വല്ല അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പറ ഇനി പറ, എന്നെ കുറിച്ച് കുറെ കുറ്റം പറയും. അപ്പോഴേ എന്റെ അമ്മയ്ക്ക് സമാധാനം ആവണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാവിലെ വരെ പ്രേതം എന്ന് പറഞ്ഞു കുട്ടികൾ. ഇപ്പഴാ അമ്മ. എനിക്കിവിടെ നിൽക്കണം, ഞാൻ ഇവിടുന്ന് പോവാ. നീ അങ്ങ് പോടി എങ്ങോട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം വെച്ചാൽ ഉടനെ അങ്ങ് ചാടി കയറിക്കണം. ഞാൻ എന്താ അമ്മ ചാടി കയറിയത്? ക്ലാസ് പൊട്ടിയത് ഞാൻ അറിഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞിട്ടാണ് ഈ ക്ലാസ് വീട് പൊട്ടിയത്? ഇത് ഞാൻ ചെയ്തിട്ടാണോ? ആ, ഞാൻ നിന്നോട് ചോദിച്ചല്ലോ. അമ്മേ, ഇതേ അടുത്തത്. അമ്മേ, അമ്മ എന്തിനു ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് പോയത്? അമ്മേ, അമ്മേ, അമ്മ പോയതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടായിന്ന് അറിയോ? എന്തൊക്കെ ഇവിടെ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ പ്രേതം പറയല്ലേ? പ്രേതം കണ്ടൊന്നുമില്ലല്ലോ. കണ്ടു അമ്മേ, ഞങ്ങൾ നേരിട്ട് കണ്ടതാ. ഇതിനകത്ത് പ്രേതമുണ്ട്. എനിക്കിവിടെ നിക്കണ്ട. നമുക്ക് അമ്മയുടെ വീട്ടിൽ പോവാം. അമ്മേ, ഇവിടെ നമുക്ക് നിക്കണ്ട. നീ ഒന്ന് പോടി. നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലല്ലാതെ അമ്മ വീട്ടിൽ പോയി താമസിക്കണം. എനിക്കറിയാം, എനിക്ക് ഇവിടെ നിക്കണ്ട. ഇവിടെ ഫുള്ള് പ്രേതങ്ങളാ. ക്ലെയർ അടക്കം പ്രേതമാ. അവൾക്കൊന്നും ഉണ്ടായിട്ടൊക്കെ. എന്റെ ദേവി, കുട്ടികൾക്ക് ആദ്യം പേടിച്ചിരിക്കുന്നല്ലോ. ഒന്ന് ഒഴിഞ്ഞിട്ടേക്ക്. ഇന്നലെ എന്തെങ്കിലും കണ്ട് പേടിച്ചു കാണും. പിശാചുകളെ കണ്ടു കാണും. അതായിരിക്കും. പിശാചൊന്നും അല്ല അമ്മേ. ഞാൻ ഒറിജിനൽ പ്രേതം. കൂടുതൽ പള്ളി ചോർന്ന കണ്ണൊക്കെ ശരിക്കുള്ള പ്രേതം. അമ്മയുടെ ഒരു പിശാച്ച് തേങ്ങ. ഇന്നലെ ഇവിടെ ഒരു പിശാചും ഒരു പ്രേതം ആരും വന്നിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ കുറച്ചു എന്തെങ്കിലും പേടിച്ച അതിന് സമാധാനം കണ്ടെങ്കിൽ അവര് വഴക്ക് പറയാ. എന്റെ കുട്ടി ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ഇനി അമ്മ മേലാൽ പോകില്ലാട്ടോ. അമ്മ പോയാലും പോയില്ലെങ്കിലും ആ പ്രായത്തിൽ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം. അമ്മ, എനിക്ക് എവിടെ നിൽക്കണ്ട. അമ്മ, നമുക്ക് ഇവിടുന്ന് പോവാതെ നല്ലത്. എന്താ മോളെ നീ പറയും?